ഓഫീസിൽ എല്ലാവർക്കും വിഷമായിരുന്നോട്. എൻ്റെ തൊഴിലൊന്നും ശരിയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. എന്നെ മൂപ്പിക്കുന്ന ഒരുത്തി അവിടെ ഉണ്ട്, ഒരുത്തൻ അവിടെ ഉണ്ട്. എന്താ കാര്യം? അപ്പം അത് കഴിപ്പിച്ചിരിക്കുക. തീരുമാനമെടുത്ത് ഇറങ്ങിയതാ, നീ അതിനൊത്തും ജീവിക്കുന്നില്ല, അതാ വിഷയം കേട്ടോ. അതൊന്നും പറഞ്ഞ മനുഷ്യർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവൻ തിക്കാനവൻ കരയിൽ വന്നത് എന്തിനാ? കടലിൽ പോയതല്ലേ, പെരുങ്കടലിൽ, പുറംകടലിൽ. അമ്മയും രാത്രി മുഴുവൻ അധ്വാനിച്ചെന്ന് അവശതയായി. അധ്വാനിച്ച് മടുത്തൊന്നുമില്ല. അധ്വാനം, രാത്രി മുഴുവൻ കുത്തിയിരുന്ന പ്രാർത്ഥന, അധ്വാനം, നിരന്തര ഉപവാസം, അധ്വാനം, വിഷയങ്ങളുടെ മുഖത്തുള്ള ഓട്ടം, അധ്വാനം, കടഭാരം കയറിയത് അധ്വാനം കൊണ്ട്. പലവിധ വിഷയമോഹങ്ങളിൽ കൂടെ നിന്നെ കടത്തിവിട്ട് അധ്വാനിപ്പിച്ചിട്ട് മറുപടിയില്ല, ഒന്നുമില്ല. സീറോയിൽ വന്ന് നിൽക്കുക. അധ്വാനിച്ചിട്ടും സീറോയില്ല. അധ്വാനിച്ച് ഉറക്കം ഉളച്ചു, കണ്ണിന് ഉറക്കം കൊടുക്കാതെ അധ്വാനിച്ചു. എവിടെ കിടന്ന് അധ്വാനിക്കുന്ന പുറങ്ങളിൽ, എവിടെ കിടന്ന് അധ്വാനിക്കുന്ന ആഴത്തിൽ, എവിടെ കിടന്ന തിരയുടെ മുകളിൽ ആമേൻ അധ്വാനിക്കുന്നത്, എവിടെ കിടന്ന ആമേൻ ഊണും ഉറക്കവും ഇല്ലാതെ ശരിയായ സാഹചര്യത്തിലല്ലായിരുന്നു അധ്വാനിച്ചത്, അല്ലേ? ആണോ? ഒന്ന് അലയടിക്കുന്ന തിര, രണ്ട് ആഴക്കടല്, മൂന്ന് ഉറക്കം ഇളച്ചിരിക്കുന്ന ക്ഷീണം, നാല് ദിവസം മുഴുവൻ ഉറക്കം ഇളച്ച ശരീരത്തിന് സ്വസ്ഥതയില്ല. അധ്വാന ഭാരമല്ലാതെ, ശൂന്യതയല്ലാതെ, ഗതികേടല്ലാതെ, അനാഥത്വമല്ലാതെ, വേദിനല്ലാതെ, തീരെയല്ലാതെ സാഹചര്യം നോക്കിയാല് അധ്വാനം മിച്ചം ഫലമൊന്നുമില്ല. സ്തോത്രം. നമ്മളൊക്കെ അങ്ങനെയൊക്കെ എത്ര അധ്വാനിച്ചാലും കല്ലെറിയാനുള്ളത് നമ്മളെ എറിയും. പിശാചിന്റെ അടവാ, പിശാചിന്റെ അടവ് എന്നതാ കല്ലെറിയുക. അതുകൊണ്ട് നീ പുറകോട്ടൊന്നും പോകണ്ട. നിനക്കുള്ള പ്രതിഫലം നിന്റെ തലമുറയുടെ ഉണങ്ങി ചുക്കിച്ചുളിഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ആമേൻ നിന്റെ അധ്വാനത്തിന്റെ ഫലം നിന്റെ തലമുറയുടെ മേലെ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ചുക്കിച്ചുളിഞ്ഞിട്ടും ആരോഗ്യം ഇല്ലാഞ്ഞിട്ടും ബലമില്ലാഞ്ഞിട്ടും പ്രായമായിട്ടും നീ വീണോ? കിടക്കയിലായോ? ഇല്ലല്ലോ. അത് തന്നെ തെളിവാണ്. കാര്യം പറയും. രാത്രി മുഴുവൻ അധ്വാനിച്ചു,
കരയെ നിൽക്കുന്നുണ്ടല്ലോ, കർത്താവേ നിനക്ക് അവിടെ ശുശ്രൂഷ പോരേന്ന് ചോദിച്ചില്ല. എന്നാ പടകിൽ ഞാൻ കയറിയിട്ടുണ്ട്, ഞാനൊന്ന് ഇരിക്കുക എന്ന് കർത്താവും ചോദിച്ചില്ല. ചോദിച്ചോ? ചോദിച്ചു വേണമല്ലോ. കാര്യം എന്താ അനുവാദം ചോദിക്കാതെ കയറാൻ കാര്യം എന്താ? പടവ് തന്നെ ശീമോന്റെ തെരഞ്ഞെടുക്കാൻ കാര്യം എന്താ? കാര്യം പുറംകടലിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, ശൂന്യത വെളിപ്പെടുമ്പോൾ, നിരാശ വെളിപ്പെടുമ്പോൾ, തിര അനുഭവിക്കുമ്പോൾ, എതിരനുഭവിക്കുമ്പോൾ, മരണഭീതിയുടെ കണക്കുകൊണ്ടുണ്ടായി. എന്താണെന്നറിയാമോ? പുറംകടലിൽ വെച്ച് ശൂന്യത അനുഭവിക്കുന്നു, നിരാശപ്പെടുമ്പോൾ, തിര കാണുമ്പോൾ, മരണവെല്ലുവിളി കാണുമ്പോൾ, ശൂന്യത കാണുമ്പോൾ, നിലവിളിച്ചു പോകുമ്പോൾ, ഒരു വെല്ലുവിളി തന്റെ ഉള്ളിൽ ഉയർന്നു. യേശു എന്നൊരു പടകിൽ കയറണം. അതാണ് ആരും ചോദിക്കാതെ കയറിയത്. ആരോടും ചോദിക്കാതെ, ഉടമസ്ഥനോട് ചോദിക്കാതെ പടകിൽ കയറാൻ കാര്യം എന്നാ? പുറംകടലിൽ വെച്ചൊരു തീരുമാനം. അത്ഭുതം ചെയ്യുന്നവൻ കരയിലുണ്ടെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട ഞാൻ ചുരുക്കി പറയാം. ഒത്തിരി കാര്യം ആ നൂലിൽ കിടപ്പുണ്ട്, ഒത്തിരി കാര്യമുണ്ട്. ഒരു വാക്യം എടുത്താൽ അതിൽ 100 അർത്ഥമുണ്ട്, 100 കാര്യമുണ്ട്. അതിൽ പോയാലും നമുക്ക് നേരമില്ല. സ്തോത്രം. 2 മണിക്കൂറല്ല വിഷയം വെച്ച് ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഒറ്റ കാര്യം പറയാം. സ്തോത്രം. ഇത് പറഞ്ഞു തന്നെ കടയിലോട്ട് കയറിയപ്പോ കരയുന്ന കർത്താവ് ശരിയാണ്. നീക്കാൻ പറയും, നീക്കുക. ഒറ്റ കാര്യം എടുക്കാം. നിൽക്കുന്ന സാധനം നീങ്ങി നിൽക്കുക, ഇരിപ്പിൽ നിന്ന് മാറി നിൽക്കുക, ആരാധിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി മാറിയിരിക്കുക. സ്തോത്രം. നീ വിഷയം ഓർക്കുന്ന വിഷയത്തിൽ നീ അല്പം കൂടി ഒന്ന് ചലിച്ചു മാറ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. ഞാൻ ഇത്രയും നേരം കടലിലായിരുന്നു. ഞാൻ ഒത്തിരി പ്രതികൂലം അനുഭവിച്ചതാ. ഒത്തിരി ചിലര് വിളിക്കുമ്പോ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങൾ ആരാധിക്കുന്നവരാ, ഞങ്ങൾ സഭ ദശാംശം കൊടുക്കുന്നവരാ, ഞങ്ങൾ ശരിയായിട്ട് നിൽക്കുന്നവരാ, ഞങ്ങൾ കറക്റ്റ് പുള്ളികളാ, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവഭയമുള്ളവരാ. ഓക്കെ, പിന്നെന്താ ഇത്? പിന്നെന്താ? ഒരു കുറവുണ്ട് അല്ലേ? ശീമോനും പറയാനുണ്ട്, കർത്താവേ ഇത്രയും നേരം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടായി, നിന്നെ ഇരുത്തിക്കൊണ്ടൊന്നും കൂടെ തൊഴയാൻ എനിക്ക് സാധ്യതയില്ലെന്ന് പറയാം. പക്ഷേ നീക്കി കർത്താവിനെ ഇരുത്തിക്കൊണ്ടുള്ള നീക്കം, അവിടെയാ വിടുതല്. ആഴത്തിൽ പോകേണ്ടി വന്നില്ല. ഒന്നോ ഇല്ല, കർത്താവിനെ ഇരുത്തേണ്ടവനെ പടകിൽ ഇരുത്തിയാൽ, വിശ്വസിക്കുന്നവനെ പടകിൽ ഇരുത്തിയാൽ, ആശ്രയിക്കുന്നവനെ പടകിൽ ഇരുത്തിയാൽ, നോക്കണം. ഈ പടകിനെ കരയിൽ വെച്ചൊന്ന് നിയന്ത്രിക്കുക എന്നുള്ളത് ഭയങ്കര പാടാ. കരയോട് ചേർന്നാ തിരയടിക്കുന്നത് ഇല്ലേ? അപ്പൊ ഈ തിരയുടെ മുകളിൽ ഈ പടകൊന്ന് നിർത്തണമെങ്കിൽ ഇച്ചിരി പാടുപെടണം. ആരെ? നിയന്ത്രിക്കുന്നത്. ആരെ? ശീമോൻ. തൊഴ അപ്പുറം ഇപ്പുറം ഇട്ട് യേശു അറിഞ്ഞു പോകാതിരിക്കാൻ നിയന്ത്രിക്കണ്ടേ? സംസാരിച്ചു തീർന്നപ്പോഴാ മറുപടി. സംസാരിക്കുന്നവരെയും പടകിനെ നിയന്ത്രിക്കാൻ ശീമോൻ പെട്ട പാട് ചില്ലറയല്ല. ദൈവത്തിന്റെ വാക്കിനൊത്ത് നീ നിയന്ത്രണം കാണിച്ചാൽ, ദൈവത്തിന്റെ വാക്കിനൊത്ത് നീ ക്ഷമ കാണിച്ചാൽ, ദൈവത്തിനൊത്ത് നീ ക്ഷമ കാണിച്ചാൽ, ദൈവത്തിനൊത്ത് നീ യേശുവിനെ ഇരുത്തിയാൽ,
യേശുവിന്റെ വായ്മൊഴികള് അവന്റെ ഹൃദയപ്പലകയിൽ അവന്റെ ശൂന്യത മറന്നു, ഗതികേട് മറന്നു, നിലവിളി മറന്നു, ആമേ നിരാശ മറന്നു, ആഴത്തിലെ തുഴച്ചൽ മറന്നു, അധ്വാന ഭാരം മറന്നു. എങ്കിലും നിന്റെ വാക്ക് പകൽ അവന്റെ വാക്കിനെ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്നാൽ നിനക്കൊരു വിടുതലുണ്ട്. അവന്റെ വാക്കിന് നീ ശ്രദ്ധ കൊടുത്തിട്ടുണ്ടോ? ഒരു വിടുതലുണ്ടെന്ന്. കഷ്ടതയും സങ്കടവും ശൂന്യതയും ഏതിലും മറന്ന് അവൻ നീ അവന്റെ വാക്കിന് വില കൊടുത്തിട്ടുണ്ടോ? നിന്റെ പടക് നിറയും. അവൻ വില തരും. സ്തോത്രം. നീ അവൻ നിന്നെ വെറുമയായി അവന്റെ മുമ്പിലേക്ക് അവന്റെ വാക്കിന് നീ അധ്വാനിക്കുന്നവനെന്ന് കണ്ടാൽ വിടുതൽ നിന്നെ തേടി വരും. എത്ര നാളില്ലാത്ത മത്സ്യക്കൂട്ട് അവിടെ എങ്ങനെ വന്നു? നീ പോയിട്ടുണ്ട് കേട്ടോ. ഒരു കാര്യമുണ്ട്, ഇത്രയും നാള് കാണാത്ത നന്മ, ഇത്രയും നാള് കോരി കിട്ടാത്ത വലയിലുള്ള ആ അഴുക്കെല്ലാം മാറ്റി ആമ യേശുവിന്റെ വാക്കുമായിട്ട് ആ വല എറിഞ്ഞപ്പോ കേറാത്ത വലിയതും കൂടെ കേറി. നിന്റെ വലയില് വലിപ്പമുള്ളതിനെ ദൈവം ചിലതിനെ വലിച്ചു. വലിപ്പമുള്ളതിനെയാ, പൂഞ്ഞാനെയല്ല, പട്ടാനെയല്ല, കടൽപ്പുഴുവിനെ അല്ല, പങ്കിടാൻ പറ്റിയ ചിലതിനെ. ചിലത് നിന്റെ വലയിൽ കയറാൻ പോകുക. സഹായിക്കുന്നത് ചില വലയിൽ വന്ന് വീഴുമെന്ന് ഇപ്പൊ ഒന്നും കാണുന്നില്ല. അവയെ കൈപ്പത്തി വന്നിട്ടും മേഘം കാണാത്ത ആഹാബ്. സ്തോത്രം. കൈപ്പത്തി വന്നിട്ടും ചിക്കം പറഞ്ഞ് ചെറുത്. ആമേ, നിന്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം ചെറുതായി ആരും കാണട്ടെ. ഈ ആരാധനയുടെ വലിപ്പത്തെ ദർശിക്കുന്ന ഒരുവനുണ്ടെന്ന് കാണാൻ പോകുകയാണ്. നീ അനുഭവിച്ച കർഷകരുടെ വേദനയുടെ സങ്കടത്തിന്റെ നിരാശയുടെ ശൂന്യതയുടെ ഏതിന്റെ തടസ്സവാദങ്ങളുടെ മറുപടി, നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയുള്ള ഒരു മറുപടി, വിടുതലുള്ള ഒരു മറുപടി, തീരുമാനമുള്ള ഒരു മറുപടി, സഹിക്കുന്ന എതിരിന് ഒരു മറുപടിയുണ്ട്, ഒരു പ്രതിഫലമുണ്ടെന്ന്. നീ സഹിക്കുന്ന കഷ്ടതയ്ക്ക് ഒരു മറുപടി അവൻ തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നീ അനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് ആമേൻ നിന്റെ മടിയിൽ നിന്ന് വരത്തക്കവണ്ണം ഒരു മറുപടി. നിന്റെ അധ്വാനത്തിന് തക്ക ഒരു പ്രതിഫലം അവൻ മറുപടിയായി തരും.
തരാൻ പോകുന്നു. ആമേൻ. നിന്റെ ഓട്ടത്തിനൊരു മറുപടി, നിന്റെ സഹിഷ്ണുതയ്ക്കൊരു മറുപടി. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. നിന്റെ ഉറക്കങ്ങളത്തിനൊരു മറുപടി. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. നിന്റെ പ്രാർത്ഥന വ്യർത്ഥമല്ല. ഹല്ലേലൂയ. അതെ, നിന്റെ സമയം നിഷ്ഫലമെന്ന് നീ പറയുമ്പോൾ ഇല്ല. നിന്റെ ഓട്ടത്തിനും അധ്വാനത്തിനും പ്രയത്നത്തിനും സഹിഷ്ണുതയ്ക്കും പ്രതിഫലം കൊടുക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ.